ദൈവം തന്റെ പുത്രനെ അഭിഷേകം ചെയ്തത് കർത്താവ് ലോകത്തോട് ഒത്തുതീർപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. ലോകത്തെ ഭയപ്പെടാതെ നീതിക്കായി നിൽക്കുന്നവരെ ദൈവം ഇന്നും ബഹുമാനിക്കുന്നു. പലപ്പോഴും ലോകത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മുടെ മൂല്യങ്ങളിൽ ഒത്തുതീർപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അംഗീകാരവും അഭിഷേകവും ലഭിക്കുന്നത് ലോകത്തിന് വിപരീതമായി നീതിക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ്. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, അവിടുന്ന് നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദൂഷിച്ചു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരെക്കാൾ അധികമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. സങ്കീർത്തനങ്ങൾ 45:7. ബൈബിളിലെ ദാനിയേലിന്റെ ജീവിതം ഇതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ്. രാജാവിന്റെ ഭക്ഷണവും പാനീയവും കഴിച്ച് അശുദ്ധനാകാൻ അവൻ തയ്യാറായില്ല. ലോകത്തിന്റെ ആഡംബരങ്ങളോടോ നിയമങ്ങളോടോ അവൻ ഒത്തുതീർപ്പ് ചെയ്തില്ല. സിംഹക്കുഴിയിൽ എറിയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവൻ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിന്നു. ആ ഒത്തുതീർപ്പില്ലാത്ത നിലപാടാണ് ദാനിയേലിനെ ബാബിലോണിലെ സകല ജ്ഞാനികളെക്കാളും ഉയരത്തിൽ ദൈവത്താൽ ബഹുമാനിക്കപ്പെടാൻ കാരണമാക്കിയത്. ലോകത്തോട് ഒത്തുതീർപ്പ് ചെയ്യുന്നവർ ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെടുത്തുന്നു. ലോകത്തോട് എതിർത്തു നിൽക്കുന്നവർ ദൈവത്തിന്റെ അഭിഷേകം ഏറ്റുവാങ്ങുന്നു. മനുഷ്യരുടെ മുൻപിൽ കുനിയാത്തവരെ മാത്രമേ ദൈവത്തിന് ലോകത്തിന് മുമ്പിൽ നിവർത്തി നിർത്താൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ലാഭങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ വേണ്ടി സത്യത്തെ തള്ളിക്കളയരുത്. ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നീതിക്കായി നിൽക്കുക. എന്റെ ഉപദേശം ഇതാണ്: ലോകത്തിന്റെ കയ്യടി നേടാൻ ശ്രമിക്കാതെ ദൈവത്തിന്റെ പ്രസാദം നേടാൻ ശ്രമിക്കുക. ഒത്തുതീർപ്പുകളില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവം നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യേകമായി വേർതിരിക്കുകയും തന്റെ പരിശുദ്ധയാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യും. നീതിക്കായി നിൽക്കുന്നവരെ ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.